അടുത്ത ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന പോൾ ലോറൻസ് ഡാൻബറിൻ്റെ പോയമാണ്. ഇത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ഇതിനകത്ത് ഒരു സീഡ്ലിങ്ങിൻ്റെ കഥയാണ് പറയുന്നത്. ഒരു സീഡ്ലിങ്ങിൻ്റെ ഒരു ചെറിയ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സീഡിൻ്റെയൊക്കെ കഥയാണ് പറയുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ചുറ്റും വരുന്ന അട്രോസിറ്റീസിനെയൊക്കെ ഫേസ് ചെയ്ത് നേച്ചറിൽ അത് വളരുന്നത് അല്ലെങ്കിൽ അത് ജീവിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥയുടെ ഒരു പോയത്തിൻ്റെ ഒരു ഇതിവൃത്തം. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് നോക്കാം. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് lay within its darksome bed, to itself it fell a talking, and this is what it said. അപ്പോൾ ഒരു ലിറ്റിൽ സീഡിങ് ഒരു ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് ആ ഒരു ഡാർക്സം ബെഡിൽ ആ ഒരു മണ്ണിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് അത് സ്വയം പറയുകയാണ്, ഫെൽ എ ടോക്കിംഗ്. എന്താണ് പറഞ്ഞത്? ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ്, ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. അപ്പോൾ പറയുന്നത് എന്താണ്? ഞാൻ വളരെ വലിയ റോബസ്റ്റ് ഒന്നുമല്ല. റോബസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ഒന്നുമല്ല. പക്ഷേ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ബെസ്റ്റ് ഞാൻ ഇടും, അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി എഫേർട്ട് ഞാൻ ഇടും. പക്ഷേ ആ നിമിഷം മുതൽ ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗൻ. അപ്പോൾ നമ്മളെപ്പോഴാണോ നമ്മുടെ ആ ഒരു നമുക്ക് പറ്റാവുന്നതിൻ്റെ ബെസ്റ്റ് നമ്മൾ ഇടും എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, ആ നിമിഷം മുതലാണ് നമ്മുടെ ലൈഫ് തുടങ്ങുന്നത് എന്നാണ് ഈ സീഡ്ലിംഗ് പറയുന്നത്. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് up into the light of day to examine the surroundings and show the rest the way. അപ്പോൾ ആ നിമിഷം മുതൽ എന്താണ്, പെട്ടെന്ന് ഒരു ലീഫ്, ഒരു ഇല അദ്ദേഹത്തിൻ്റെ ആ ഒരു സീഡ്ലിങ്ങിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ ഒരു പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡേ ലൈറ്റിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് ഒരു ഇല. എന്നിട്ട് ആ ഇല വന്നിട്ട് എന്ത് ചെയ്തു? ചുറ്റും നോക്കി. അതായത് ഇങ്ങനെ ചെടി വളർന്നു വരികയാണ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആദ്യം ഒരു ഇല വരും. ആ ഇല വന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് മറ്റുള്ള ഇലകൾക്കുള്ള വഴിയും കാണിച്ചു കൊടുത്തു. അതായത് ഇങ്ങനെ ചെടി ഗ്രാജുവലായിട്ട് ഗ്രോ ചെയ്ത് തുടങ്ങി. പ്രകൃതിയോടൊക്കെ മല്ലിട്ട് ചെടി ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഗ്രോ ചെയ്ത് തുടങ്ങി. ദ ലീഫ്ലെറ്റ് ലൈക്ഡ് ദ പ്രോസ്പെക്ട്, സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം. ദെൻ ദ 2 other leaflet heard it and quickly followed them. അപ്പോൾ ലീഫ്ലെറ്റ് ഇങ്ങനെ വന്നു. ആദ്യമായിട്ടൊരു ഇല വന്നു. അത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്തു? അതിൻ്റെ ബ്രദറായ സ്റ്റെമ്മിനെ വിളിച്ചു. അതായത് ആ ഒരു ചെടിയുടെ തണ്ട് അതും ഉയർന്നു വന്നു. അതിനുശേഷം ഇത് കേട്ട് മറ്റ് 2 ലീഫ്ലെറ്റ്സും ഇങ്ങനെ എന്ത് ചെയ്തു? ക്വിക്കലി അവരെ ഫോളോ ചെയ്തു. അതായത് ഇങ്ങനെ ചെടി ഗ്രോ ചെയ്ത് ഇപ്പോൾ മുകളിലേക്ക് എത്തി, ആ ഒരു മണ്ണിൻ്റെ മുകളിലേക്ക് എത്തി. ടു ബി ഷുവർ ദ ഹാസ്റ്റ് ആൻഡ് ഹറി മേഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാൻറ്റ്, ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. അപ്പോൾ ഉറപ്പാണ് ഈ ഒരു പെട്ടെന്ന് ഈ ഒരു ഹറി ചെയ്ത് ഇങ്ങനെ പെട്ടെന്ന് വന്നത് വഴി അതിനെന്താ ആയി കാണും? അത് സ്വെറ്റായി കാണും, അല്ലെങ്കിൽ അത് വിയർത്ത് അതിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കാണും. പക്ഷേ അത് അറിയുന്നതിന് മുമ്പ്, ആ ബുദ്ധിമുട്ടുകൾ അത് അറിയുന്നതിന് മുമ്പ് തന്നെ അതെന്തായി മാറി? ഒരു പ്ലാന്റ് ആയിട്ട് മാറി, ഒരു ചെടിയായിട്ട് മാറി. ആ സീഡ്ലിംഗ് ഇപ്പോൾ എന്തായി മാറി? ഒരു ചെടിയായിട്ട് മാറി, ഒരു പ്ലാന്റ് ആയിട്ട് മാറി. ദ സൺഷൈൻ poured upon it and the clouds they gave shower, and the little plant kept growing till it found itself a flower. അപ്പോൾ ആദ്യം അത് സൺഷൈൻ, ആ ഒരു സൂര്യപ്രകാശം അതിനടിച്ചു. അത് കഴിഞ്ഞിട്ട് മഴമേഘങ്ങൾ വഴി അതിനെന്ത് ചെയ്തു? ഒരു ഷവറൊക്കെ കൊടുത്തു. ഷവർ ഉദ്ദേശിക്കുന്ന മഴയൊക്കെ അതിൻ്റെ ദേഹത്തേക്ക് പെയ്തു. ഈ സൂര്യപ്രകാശവും മഴയൊക്കെ കാരണം അതെന്ത് ചെയ്തു? വെയിലും കാറ്റും മഴയൊക്കെ ഏറ്റ് അതെന്ത് ചെയ്തു? അത് വളരാൻ തുടങ്ങി. അവസാനം അതിലെന്ത് വന്നു? ഒരു ഫ്ലവർ വന്നു. ലിറ്റിൽ ഫോക്സ്, ബി ലൈക്ക് ദ സീഡ്ലിംഗ്, always do the best you can. Every child must share life's labor just as well as every man. അപ്പോൾ പറയുകയാണ് എന്താണ്? ലിറ്റിൽ ഫോക്സ് അടുത്ത് നമ്മളുടെ അടുത്ത് പറയുന്നത്, കുട്ടികളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളോടൊക്കെ പറയുകയാണ് എന്താണ്? ബി ലൈക്ക് ദ സീഡ്ലിംഗ്, ഒരു സീഡ്ലിങ്ങിനെ കണക്കാകുക. നിങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഗ്രോത്ത് ഉണ്ടാവും. എവരി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ. എല്ലാ ചൈൽഡും ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ലേബർ, ആ ഒരു ജോലി അറിയുക. ജസ്റ്റ് ആസ് വെൽ ആസ് എവരി മാൻ, എല്ലാ മനുഷ്യനെ കണക്കും എല്ലാ കുട്ടികളും ഇത് മനസ്സിലാക്കുക. ആൻഡ് ദ സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു. ഈ സൂര്യപ്രകാശവും ഷവേഴ്സും മഴകളും എല്ലാം നിങ്ങളെ സഹായിക്കും. ത്രൂ ലോൺസം സ്ട്രഗ്ലിംഗ് ഹവേഴ്സ് ടിൽ യു റൈസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, വിർച്യൂസ് ഫെയർ അൺഫേഡിങ് ഫ്ലവേഴ്സ്. അപ്പോൾ എപ്പോഴും വരെ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ആ മണ്ണിൻ്റെ അടിയിൽ കിടന്ന് കുടുങ്ങുന്നത് മുതൽ തിരിച്ച് ആ വെളിച്ചവും ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നിങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്നത് വരെ ആ ഒരു സണ്ണും ഷവേഴ്സും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ എന്താണ് കുട്ടികളുടെ അടുത്തൊക്കെ പറയുകയാണ് എന്താണ്? സീഡ്ലിങ്ങിനെ കണക്കാവണം. ഇതൊരു ഇൻസ്പിറേഷനായി പോകണം. സീഡ്ലിങ്ങിനെ കണക്കാക്കണം. നമുക്ക് എന്ത് വന്നാലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ, ഇത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആകെ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ബെസ്റ്റ് നമുക്ക് ഇടാൻ പറ്റണം.
നമ്മൾക്ക് എന്താണോ നമ്മൾ ഏറ്റവും പരമാവധി കഴിവ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം. അത്ര മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. എങ്ങനെയാണ് എങ്കിൽ ലോകത്തെല്ലാവരും നമ്മളെ സഹായിക്കും. ആ സണ്ണും ഷവറും എല്ലാം നമ്മളെ സഹായിക്കും. നമുക്ക് വിജയത്തിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് നമുക്ക് കാണിച്ചു തരുന്നത്.